അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ വിളിച്ചിട്ട് പറയണേ, രേവതി ഇന്ന് അവൾക്ക് കോളേജ് ഉണ്ടായിരുന്നല്ലോ, അവളോട് കോളേജിൽ പോകാൻ പറ. അതിന് കല്യാണം ആയതുകൊണ്ടല്ലേ ദേവ് ഇവിടെ നിൽക്കുന്നത്, വിവാഹം ആയതുകൊണ്ട് ഇന്ന് അവൾ കോളേജിൽ പോകണില്ലെന്ന് തീരുമാനിച്ച് രാവിലെ ഇങ്ങ് വന്നതല്ലേ. എന്ത് തന്നെയാണേലും ഇനി അവളെ ഇവിടെ അധിക സമയം നിർത്തണ്ട, അതത്ര നല്ലതല്ല, അതൊട്ടും പന്തിയല്ല, നീ പെട്ടെന്ന് അവളെ കോളേജിൽ തിരിച്ച് പറഞ്ഞു തരാൻ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അതിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പ്രത്യേകം പറയട്ടെ, എനിക്ക് ഭയങ്കര മറവിയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയി ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ റിവ്യൂയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ സച്ചി നമ്മുടെ ഭാമയെയും ചന്ദ്രയെയും അതുപോലെ തന്നെ നമ്മുടെ സുധിയെയും കൂട്ടി വരികയാണ് വിവാഹ മണ്ഡപത്തിലേക്ക്. ക്ഷേത്രത്തിലാണ്, അവിടേക്ക് വരികയാണ്. വരുന്ന സമയത്ത് നമ്മുടെ സച്ചി ചോദിക്കുകയാണ് പൈസയ്ക്ക്. ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു, പൈസയുടെ പേരിൽ അവർ നല്ല തർക്കത്തിലായിരുന്നു. അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ്, സുധിയോട് പറയണം, മര്യാദയ്ക്ക് എൻ്റെ പൈസ താടാ. നീ വണ്ടിയിൽ ഫുള്ള് AC ഒക്കെ ഇട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്, അപ്പോഴേ അതിൻ്റെ പൈസ ഇല്ലാതെ വണ്ടിയിൽ എണ്ണ അടിക്കാൻ പറ്റില്ല, വണ്ടി ഇങ്ങനെ ചുമ്മാ ഓടത്തൊന്നുമില്ല, മര്യാദയ്ക്ക് എൻ്റെ പൈസ ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ സച്ചി സുധിയോട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ്, നിനക്ക് നാണോ അല്ലേടാ, വീട്ടിലെ ഓട്ടത്തിന്, അതും സ്വന്തം ചേട്ടൻ്റെ കല്യാണത്തിന് വന്നിട്ട് പൈസ ചോദിക്കാൻ നീ അല്ലാതെ ഈ ലോകത്ത് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, എന്താ ചോദിച്ചാൽ, ഇവനുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ കൊണ്ടുപോയി തൊലച്ചവനാണ്, ഇവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്ന പ്രശ്നമേ ഇല്ല, കളി വേറെ കാര്യം വേറെ, എൻ്റെ പൈസ എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ കിടന്ന് തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എടാ പോടാ വാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുധിയോട് സംസാരിക്കുന്നത്. എൻ്റെ പൈസ എനിക്കിപ്പോൾ കിട്ടണം എന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. രവീന്ദ്രൻ വന്നിട്ട് കാര്യം തിരക്കുകയാണ്. എന്താ സച്ചി, എന്താ നിൻ്റെ പ്രശ്നം? അതെ അച്ഛാ, ഈ നാണം കെട്ടവനുണ്ടല്ലോ, ഓട്ടം വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ട് എനിക്ക് വണ്ടിക്കൂലി തന്നില്ല, കുറേ നേരം കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നിട്ടും തരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണേ, എടാ സച്ചി, അത് നിൻ്റെ ചേട്ടനല്ലേടാ, അവൻ്റെ വിവാഹമല്ലേ ഈ നടക്കാൻ പോകുന്നത്, എന്നിട്ടാണോ നീ ഈ പൈസയുടെ പേരിൽ ഇങ്ങനെ കിടന്ന് തർക്കിക്കുന്നത്? എൻ്റെ അച്ഛാ, ഇവനെ ചേട്ടാന്നൊക്കെ വിളിക്കുന്നവരെ ആദ്യം വടിവെട്ടി അടിക്കണം, പിന്നെ ചേട്ടൻ വേറെ അനിയൻ വേറെ, പൈസ അത് വേറെ, എൻ്റെ ഓട്ടം വന്നതിൻ്റെ പൈസ എനിക്ക് തന്നേ പറ്റൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണേ, ചന്ദ്രേ അവന് പൈസ എത്രയാണെന്ന് വെച്ചാൽ എടുത്ത് കൊടുക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ സച്ചി പറയണ, അതെ എനിക്ക് 900 രൂപയാണ് എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പൈസ എടുത്ത് കൊടുക്കുകയാണ്. പൈസ എടുത്ത് കൊടുക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ സച്ചി 100 രൂപ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇത് 1000 രൂപ ഉണ്ടല്ലോ, എനിക്ക് എന്തായാലും നിങ്ങളുടെ 1000 രൂപയൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ 10ൻ്റെ പൈസയും ഓശാരമായിട്ട് വേണ്ട, എനിക്ക് എൻ്റെ കറക്റ്റ് പൈസ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പൈസ അങ്ങ് എടുത്ത് കൊടുക്കുകയാണ്, തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സച്ചി പറയണ്, അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തിനാ ഇത്രയും പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത്, എന്തായാലും ഇവിടെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ? അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറഞ്ഞേ, എടാ മിണ്ടാതിരിക്കടാ, നിൻ്റെ വായി കിടക്കുന്ന നാക്കെടുത്ത് നിനക്ക് മിണ്ടായിരുന്നൂടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, അല്ല ഞാൻ നടക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, ഉള്ളത് പറഞ്ഞാൽ ആർക്കും പിടിക്കില്ലല്ലോ എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് നടന്ന് വരുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി നമ്മുടെ ചന്ദ്രമതിയെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞ് ചെല്ലുകയാണ്. എന്നിട്ട് ലക്ഷ്മി പറയണേ, നമസ്കാരം ചന്ദ്രയെടുത്തി എന്നിങ്ങനെ പറയണ. ചന്ദ്രേച്ചി നമസ്കാരം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പറയണേ, ചന്ദ്രേച്ചിയോ, ആരാടി നിൻ്റെ ചേച്ചി? ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ മുന്നിലെങ്ങും വന്നേക്കരുത്, ഇതേ ഞങ്ങൾ കോടീശ്വരന്മാർ തമ്മിലുള്ള കാര്യമാണ്, ഇതിൻ്റെ ഇടയ്ക്ക് നീ വരണ്ട, പിന്നെ നീ കല്യാണം വിളിച്ച് കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ടാണ് നമ്മുടെ ചന്ദ്രമതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നമ്മളെ അപമാനിക്കാതിരുന്നുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സച്ചി എന്താണെന്ന് പുള്ളിക്കാരന് മനസ്സിലായില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ പൂ കെട്ടുന്നുണ്ടല്ലോ, ഇന്നത്തെ ഈ ദിവസമെങ്കിലും നിങ്ങൾക്ക് ഈ പൂ കെട്ടൽ വേണ്ടാന്ന് വെച്ചൂടെ? അപ്പോൾ നമ്മളെ മനഃപൂർവ്വം കരുതേക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവ് ചോദിക്കുകയാണ്, അതിന് നിങ്ങൾക്ക് വിവാഹം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പൂക്കച്ചവടം ചെയ്താൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ദേവ് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. എന്നിട്ട് പറയണേ, മോളെ ദേവു, അതെന്താണ് കുഴപ്പമെന്നറിയാമോ, ഇവർക്കേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാ തുറക്കാൻ നേരത്ത് നമ്മുടെ അച്ചമ്മ പറയണം, ഒന്ന് മിണ്ടാതിരിക്കട സച്ചി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പറയാണ്, അതല്ല അച്ചമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് സുധീരെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് സുധി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി. അതിനുശേഷം പറയണം, ഇവർക്കൊക്കെ ഉണ്ടല്ലോ വിയർപ്പിൻ്റെ അസുഖമുണ്ട്, ഇവർക്കൊന്നും അങ്ങനെ ജോലി ചെയ്ത് തിന്ന് ശീലമില്ലെന്നേ, പ്രത്യേകിച്ച് ഇവർക്കൊന്നും അങ്ങനെ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവർ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ഇവർക്കൊന്നും സഹിക്കില്ല, അതാ ഇവർക്ക് ഈ ജോലിയൊക്കെ കാണുമ്പോൾ ഇവർക്ക് പിടിക്കാത്തത്, ജോലി ചെയ്യുന്നവരെയൊക്കെ ഇവർക്ക് അലർജിയാണെന്നേ എന്നൊക്കെ പറയുകയാണ്.
അതിനുശേഷം നമ്മുടെ സച്ചി പറയണ, ദേ ഈ നിൽക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനെ പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ കുറച്ചുണ്ട് പറയാൻ. ഇവനെ നമ്മുടെ രാജ്യം പോലും ആദരിക്കുന്ന പൗരനാ ഇവൻ്റെ വിവാഹമാണ് ഈ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടേ ഈ പൗരൻ്റെ കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും കടകമ്പോളങ്ങളൊക്കെ അടച്ചിട്ട് എല്ലാവരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ എല്ലാവരും മൗനദിനം ആചരിക്കണം. അത്രയ്ക്ക് പ്രമുഖനാണിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ സച്ചി ഓവറായിട്ടങ്ങ് നമ്മുടെ സുധിയെ അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുധിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ രവീന്ദ്രനാണെങ്കിൽ കൂടെ എടാ സച്ചി ഒന്ന് നിർത്തടാ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ്റെ വായിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. സച്ചി ഇട്ട് കേൾക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ കണ്ണ് കാണിക്കുന്നൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. സച്ചി വാ അടയ്ക്കുന്ന പ്രശ്നമില്ല. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രമതി പറയുകയാണ്, നമ്മുടെ സുധിയോട് പറയാണ്, സുധി നീ വാ നമുക്ക് അവിടെ ഒരുക്കുകളൊക്കെ എന്തൊക്കെയായി എന്ന് നോക്കാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയാണ്. അതിനുശേഷം കുറച്ചങ്ങോട്ട് നടന്നിട്ട് ചന്ദ്ര തിരിച്ച് ഇങ്ങനെ രവീന്ദ്രനെ നോക്കിയിട്ട് പറയണം, ആ രവിയേട്ടാ പെണ്ണിനും ചെറുക്കനും അണിയാനുള്ള അതായത് ഹാരമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണം, ആ അതാ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ രേവതി പറയുകയാണ്, ആ അമ്മേ ഹാരം കെട്ടി തുടങ്ങിയിട്ടുണ്ട്, അത് പെട്ടെന്ന് തീരും എന്നിങ്ങനെ പറയണം. നിങ്ങളാണോ എൻ്റെ മകനും മരുമകൾക്കും അണിയാനുള്ള ഹാരം കെട്ടുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? കടയിൽ നിന്ന് അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാനുള്ളതിന് ഇവരൊക്കെ ഉണ്ടല്ലോ കുറഞ്ഞ പൂവൊക്കെ വെച്ചായിട്ടായിരിക്കും കെട്ടുന്നത്, ഒരു ഭംഗിയും കാണുന്നില്ല. കൊടുത്ത വിലയ്ക്കുള്ള ഹാരം പുറത്തു നിന്നായിരുന്നെങ്കിൽ കിട്ടിയാനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി പറയാണ്, അമ്മേ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ആത്മാർത്ഥത കാണിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പൂ കെട്ടുന്നെന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. ഞങ്ങൾ കെട്ടുന്ന പൂ തന്നെയാണ് ക്ഷേത്രത്തിനകത്ത് കൊടുക്കുന്നതും ദേവിക്ക് ചാർത്തുന്നതും, അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ രേവതി പറയണം. അതിനുശേഷം രേവതി പറയണം, പിന്നെ പൈസയുടെ കാര്യം വേണ്ട, ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്, ഇത് വെറുതെ തന്നെയാണ് കെട്ടിത്തരുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി രവീന്ദ്രനോട് പറയുന്നത്, അങ്ങനെ ഇപ്പോൾ ആരുടെ ഓശാരത്തിൻ്റെ ആവശ്യമില്ല, എന്നിട്ട് ഇവർ നാളൊരു സമയം പറഞ്ഞുകൊണ്ട് നടക്കാനോ ഇവന് കല്യാണത്തിന് അണിയാനുള്ള ഹാരം ഇവളാണ് കൊടുത്തതെന്നുള്ള കാര്യം. അപ്പോൾ രവീന്ദ്രൻ പറയണത്, ചന്ദ്രേ നീ എത്തി കൂടുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കി പോയേ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ചന്ദ്ര സുധിയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ആ ഭാഗത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചന്ദ്രമതി അവിടെ ചെന്നിട്ട് ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം ചന്ദ്രമതി ഭാമയും വിളിച്ചുകൊണ്ട് മാറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് സുധി അങ്ങോട്ടേക്ക് വരികയാണ്. നേരെ നമ്മുടെ രവീന്ദ്രനും ഒപ്പമുണ്ട്. അങ്ങനെ വന്നിട്ട് രവീന്ദ്രൻ പൂജാരിയോട് ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടോ, ഇനി എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോഴുടനെ പൂജാരി പറയണേ, സമയം മുഹൂർത്തം ആവാറായി, ഞാനെല്ലാം ഇവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വച്ചിട്ടുണ്ട്, ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് പൂജാരി പറയണേ, ഒന്നും അങ്ങനെ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും രാവിലെ രേവതി വന്ന് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരുക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല, മോള് രാവിലെ വന്ന് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പൂജാരി അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സുധി ഞെട്ടിപ്പോവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ, അതെങ്ങനെ ശരിയാവുന്നത്? രേവതി മോള് ഇപ്പോഴല്ലേ ഞങ്ങളുടെ കൂടെയല്ലേ വന്നത്, പിന്നെ എങ്ങനെ രാവിലെ വരാനാണ്? അപ്പോൾ ഉടനെ പൂജാരി പറയണം, അങ്ങനെയല്ല, രാവിലെ തന്നെ വെളുപ്പാങ്കാലത്ത് രേവതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ക്ഷേത്രത്തിൽ വന്ന് വഴിപാടൊക്കെ നടത്തി അതിനുശേഷം ഇവിടെ വന്ന് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് മണ്ഡപത്തിൽ ആവശ്യമുള്ള പൂജാ സാധനങ്ങളെല്ലാം റെഡിയാക്കി ഒരുക്കി വെച്ചിട്ടാണ് രേവതി ഇവിടെ നിന്ന് പോയതെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുധി അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ സുധിയെ നോക്കുകയാണ്, കേട്ടില്ലടാ പൂജാരി പറഞ്ഞാൽ നീ കേട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം പൂജാരി പറയണേ, രേവതി മോള് നല്ല കുട്ടിയാണ്, ആ കുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വലതുകാല് വെച്ച് വരാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. രേവതി മോളെ നമുക്ക് മാത്രമല്ല ദേവിക്കും വലിയ ഇഷ്ടമാണ്, ഈ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ഓടി കളിച്ച് വളർന്നവളല്ലേ അവൾ എന്നൊക്കെ ഇങ്ങനെ പൂജാരി പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സുധിയോട് നമ്മുടെ രവീന്ദ്രൻ പറയണം, കേട്ടില്ലേടാ രേവതി മോളെ പറ്റി പറഞ്ഞത് നീ കേട്ടില്ലേ, അവളുടെ മനസ്സ് എത്ര നല്ല മനസ്സാണ്, അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഉറക്കമണിക്കുന്നതിന് മുമ്പേ നമ്മളൊക്കെ അറിയുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് നിനക്ക് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും അവൾ ചെയ്തു വെച്ചില്ലേ, അവളുടെ ആ നല്ല മനസ്സിനെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രൻ മകനോട് പറയുകയാണ്.
അതേസമയം നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഭാമയും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ഭാമയോട് ചന്ദ്രമതി പറയാണ്, ആഹാ കണ്ടില്ലേ ഭാമേ, ഇനി കുറച്ച് സമയം കഴിയുമ്പോഴുണ്ടല്ലോ എൻ്റെ മകനാണെങ്കിലുണ്ടല്ലോ കോടീശ്വരനാണ്, കോടീശ്വരൻ. അവളുടെ അച്ഛൻ്റെ കയ്യിലുള്ള പണം മുഴുവനും ഞാൻ സൂത്രത്തിലിങ്ങോ അടിച്ചെടുക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അച്ഛൻ്റെയും മോളുടെയും പിണക്കം മാറ്റും. പിണക്കം മാറ്റിയതിന് ശേഷം അങ്ങേരെ നാട്ടിൽ കൊണ്ടുവരുത്തും. എല്ലാത്തിനും ഉടമയായ മകളുടെ പേരുള്ള സ്വത്തുക്കളൊക്കെ മരുമകനായ എൻ്റെ മകൻ്റെ പേരിലോട്ട് മാറ്റും. പിന്നെ അവൻ്റെ പ്രിയപ്പെട്ട അമ്മയല്ലേ ഞാൻ, അവൻ്റെ പേരിലുള്ളതിനൊക്കെ എനിക്കും അവകാശമുണ്ട്. നീ കണ്ടോ ഭാമേ, ആദ്യം വന്നു കയറിയത് ദരിദ്രവാസികളുടെ കുടുംബമാണെങ്കിലുണ്ടല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നതേ കോടീശ്വരിയാ, കോടീശ്വരി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഭാമ പറയണേ, എൻ്റെ ചന്ദ്രേ നീ അത്രയ്ക്കൊന്നും അഹങ്കരിക്കല്ലേ, അതിനൊക്കെയുള്ള ഒരു കാരണക്കാരി ഞാനും കൂടെ അല്ലേ, ഞാനും കൂടെ ഉള്ളത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഒരു മരുമോളെ കിട്ടിയത് എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഓ പിന്നെ ഞാനല്ലേ ഭാമേ ഈ ആലോചനയായിട്ട് മുന്നോട്ട് വന്നത്. എടി ചന്ദ്രേ, നീ അങ്ങനെ മറുകണ്ഠം ചാടല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ നീ ശ്രുതിയെ പരിചയപ്പെട്ടത് പോലും എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ. പരിചയപ്പെട്ടതൊക്കെ ഓക്കെയാണ്, എന്നാലും ആലോചനയായിട്ട് മുന്നോട്ട് പോയത് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പരസ്പരം വീമ്പ് പറയുകയാണ്, നമ്മുടെ ഭാമയും ചന്ദ്രയും കൂടി. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയാണ്, സമയം ഇത്രയായല്ലോ, നമ്മളിവിടെ വന്നിട്ടും ശ്രുതിയെ കാണുന്നില്ലല്ലോ, എന്താ ഭാമയെ താമസിക്കുന്നത്? അവർ വരുമെന്നേ, അവർ അണിഞ്ഞൊരുങ്ങണ്ടേ, വിവാഹ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേസമയം നമ്മുടെ ശ്രുതിയും മീരയും കൂടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷയിലാണ് വിവാഹ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്. ടെൻഷൻ്റെ ഇതുകൊണ്ട് വിവാഹത്തിൻ്റെതായിട്ടുള്ള അത്രയും പുതുമയോട് കൂടിയൊന്നും പുള്ളിക്കാരത്തി ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ കഴുത്തിലൊരു നെക്ലസ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. വിവാഹം കഴിക്കുന്ന വധുവിൻ്റേതായിട്ടുള്ള അത്രയും ഭയങ്കര ഗോഷ്ഠികളൊന്നുമില്ല. കാര്യം ഒരു പക്ഷേ വിവാഹ മണ്ഡപത്തിൽ വന്നതിന് ശേഷം ഒരുങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രുതി അങ്ങനെ വന്നിരിക്കുന്നത്. എന്തായാലും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം മീര പറയുന്നുണ്ട്, എന്തിനാ ശ്രുതി നീ ഇങ്ങനെ ഇത്രയേറെ ടെൻഷൻ അടിക്കുന്നത്? ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ നിനക്ക് എന്തെങ്കിലും വരും കേട്ടോ, നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കടി എന്നിങ്ങനെ പറയണം. എനിക്ക് ഒരു സമാധാനമില്ല മീരെ, മിക്കവാറും അവൻ അങ്ങോട്ടേക്ക് വരും, എനിക്ക് ആ കാര്യം ഉറപ്പാണ്. അവൻ അടങ്ങിയിരിക്കില്ല. അവൻ്റെ ദാമ്പത്യ ജീവിതമൊക്കെ നശിച്ചതുകൊണ്ട് അവൻ്റെ ജോലി നഷ്ടപ്പെട്ടില്ലേ, ഇനി അവൻ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ വിഷമിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫോൺ വരികയാണ്. നോക്കുമ്പോഴത്തേക്ക് ശ്രുതി നോക്കുമ്പോഴത്തേക്ക് പേരില്ല, അൺനോൺ നമ്പറാണ്. അപ്പോൾ ശ്രുതി പറയണേ, മീരയോട് പറയണേ, ഇത് ആരുടെ നമ്പറാണെന്ന് അറിയില്ല, ഒരു നമ്പർ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയണേ. എന്തായാലും നീ കോൾ എടുക്കടി എന്നിങ്ങനെ പറയണേ. അങ്ങനെ നമ്മുടെ ശ്രുതി കോൾ എടുക്കുകയാണ്. കോൾ എടുക്കുമ്പോൾ മറ്റാരുമല്ല, നമ്മുടെ നവീനാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന നവീനെ ഞാൻ ദാസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പരിചയപ്പെടുത്തിയത്. ശരിക്കും ദാസ് എന്നല്ല, പുള്ളിക്കാരൻ്റെ പേര് നവീൻ എന്നാണ്. എല്ലാവരോടും ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സോറി ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദാസല്ല, നവീൻ വിളിക്കുകയാണ്, നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് പറയുകയാണ്, ആഹാ ശ്രുതി, നിങ്ങളിപ്പോൾ ഓട്ടോയിലല്ല കാറിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നവീൻ ചോദിക്കുകയാണ്, ആഹാ നിങ്ങളിപ്പോൾ വിവാഹ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? എനിക്കറിയാം, ഞാനും പിന്നാലെ ഉണ്ട് എൻ്റെ കല്യാണിയേ. നിൻ്റെ കഴുത്തിൽ നിന്ന് താലിയൊന്നും വീഴാൻ പോകുന്നില്ല, നീ വെറുതെ അവിടം വരെ പോവാന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയാണ് നമ്മുടെ നവീൻ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണേ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പോൾ നമ്മുടെ നവീൻ പറയാണ്, പിന്നെ നീ നന്നായിട്ട് അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ടടി, നീ കരുതിയിരുന്നു, ഞാൻ നിൻ്റെ വണ്ടിയുടെ പിന്നാലെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നവീൻ. അങ്ങനെ ശ്രുതി ഫോൺ കട്ട് ചെയ്യുകയാണ്. ശ്രുതി എന്നിട്ട് മീരയോട് കാര്യം പറയുകയാണ്. എന്നിട്ട് അവരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ശ്രുതി പറയുകയാണ്, കാറുകാരനോട് പറയാണ്, വണ്ടി നിർത്ത് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ നിർത്തുന്നില്ല. അങ്ങനെ 2-3 തവണ പറഞ്ഞിട്ട് നിർത്താതിരിക്കുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തോ മനുഷ്യ ചെവി കേട്ടൂടെ, എത്ര നേരം കൊണ്ട് പറയുന്നു നിങ്ങളോട് വണ്ടി നിർത്താൻ. അങ്ങനെ വണ്ടി ഒരു റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ മീരയും ഒപ്പം ഇറങ്ങുകയാണ്. മീര ചോദിക്കുകയാണ്, എന്താ ശ്രുതി നീ കാണിക്കുന്നത്, ഇപ്പം തന്നെ സമയം താമസിച്ചു, നീ എന്തിനാ ഇവിടേക്ക് ഇറങ്ങിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മീര പറയുന്നത്, എനിക്ക് വയ്യ. മീരയോട് ശ്രുതി പറയുകയാണ്, എനിക്ക് വയ്യ മീരെ, എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ വയ്യ, ഇതെനിക്ക് സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ആവുകയാണ്. ഇതേ നോക്ക്, അയാൾ വിളിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാമോ? അയാളിപ്പം നമ്മുടെ വണ്ടിയെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്തിനാ ഞാൻ അങ്ങനെ അവിടെ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാൻ നാണം കെടും, എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അയാൾ എന്നെ നാണം കെടുത്തും. സുധി എന്നെ ഉപേക്ഷിക്കുക മാത്രമല്ല, ആ ചന്ദ്രമതിയെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെടുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ മീര പറയണേ, അവൻ വരത്തൊന്നുമില്ല, നീ ഒന്ന് സമാധാനപ്പെടടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മീര പറയണേ, ഇല്ല അവൻ വരും,
അവൻ വരും, എനിക്ക് ഉറപ്പുണ്ടാവും വരുന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് അവരെ ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതൊക്കെ ശ്രുതിയോട് തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മീര പറയണേ, ഈ അവസാന നിമിഷം കൊണ്ടുവന്ന് കലം ഉടയ്ക്കേണ്ട കാര്യമുണ്ടോ ശ്രുതി? ഇത്രയും നേരം വെള്ളം കോരിയിട്ട് അവസാന നിമിഷം കലം ഉടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നീ എന്തായാലും വിളിക്കാനൊന്നും നിൽക്കേണ്ട. ഇല്ലടി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതേസമയം നല്ല ടെൻഷനിൽ നമ്മുടെ ഭാമയും ചന്ദ്രയും കൂടി മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ എന്താ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രവീന്ദ്രൻ ചെന്നിട്ട് ചോദിക്കണേ, എന്താ ചന്ദ്രേ, നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല രവിയേട്ടാ, ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ ഇവിടെ ഇങ്ങനെ വന്ന് മാറി നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുന്നത്? അല്ല ശ്രുതി എന്തിയേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്ര പറയുന്നു, ശ്രുതി വരാതിരിക്കേണ്ട കാര്യമല്ലല്ലോ. ശ്രുതിയെ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി പറഞ്ഞത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ ശ്രുതിയെ കണ്ടില്ല, അതിൻ്റെ ഒരു ടെൻഷനിൽ നമ്മൾ ഇരിക്കുകയാണ്. ഓ, അവൾ വരില്ലേ? പിന്നെ വരാതെ എന്ത് പറച്ചില്ല രവിയേട്ടാ ഈ പറയുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, നീ സമാധാനപ്പെടും ചന്ദ്രേ, ഇപ്പോൾ അവൾ വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് മാറിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതി അമ്മയോട് വന്നിട്ട് പറയണം, അമ്മേ കണ്ടില്ലല്ലോ അമ്മേ, ശ്രുതിയെ കണ്ടില്ലല്ലോ. അതാടാ മോനെ, അതാ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. എന്താ അവൾ വരാത്തത്? അവളെ നീ ഒന്ന് വിളിച്ച് നോക്ക്, ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ എടുക്കുന്നുമില്ല എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ശ്രുതി പറയുകയാണ്, എന്തോ അമ്മ അറിയില്ല, അവൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൾ കോൾ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പോൾ സച്ചിക്ക് സമാധാനമാവുകയാണ്. സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് സച്ചി പറയുകയാണ്, അത് തന്നെ കാര്യം, അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇവൻ രണ്ടാം കെട്ടുകാരനാണെന്ന്, അതുകൊണ്ട് അവൾ ഓടിപ്പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണേ, എൻ്റെ മോനെ രണ്ടാം കെട്ടുകാരനൊന്നുമല്ല, അവൻ ഒന്നേ കെട്ടിയോളൂ. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ രണ്ടാം കെട്ടല്ലാതെ ഇവൻ്റെ കല്യാണം ഒരിക്കൽ ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചതല്ലേ. അപ്പോഴല്ലേ ഇതേ ഇരിക്കുന്ന അവളുടെ വീട്ടുകാരെയും കരയിച്ചിട്ട് ഇവൻ ഇറങ്ങി ഒറ്റൊരു പോക്ക് പോയത്. ഇതവൻ്റെ രണ്ടാമത് കല്യാണം ഒരുക്കുമല്ലേ, അപ്പോൾ ഇത് രണ്ടാം കെട്ട് തന്നെ എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണേ, എൻ്റെ സച്ചി നീ ഒന്നും മിണ്ടാണ്ടിരിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അമ്മേ എനിക്ക് പേടിയാവുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണ, ഓ പേടിയാവുന്നോ? അയ്യോടാ പേടിയാവുന്നോ നിനക്ക്? അയ്യോ കൊച്ചു കുഞ്ഞല്ലേ, ഓടിപ്പോയിതേ അമ്മ അവിടെ ഇപ്പോൾ ഉണ്ട്, അമ്മയുടെ കൈക്ക് പിടിച്ചോ നിനക്ക് പേടിയാവുന്നെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ശ്രുതിയെ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയണേ, ഏടാ വിതച്ചതേ കിട്ടൂ, വിതച്ചതേ കൊയ്യാൻ പറ്റൂ എന്നിട്ടിങ്ങനെ ശ്രുതി എന്താ നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ടാണ് രേവതിയോട് പറയുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ പുള്ളിക്കാരനെ മറന്നുപോയി. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് രേവതിയെ നോക്കട്ടെ, എന്താ രേവതിയെ ആ പഴഞ്ചൊല്ല് ഒന്ന് പറഞ്ഞേ. അപ്പോൾ രേവതി പറയുവാണ്, താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് പറയണം. അതാണ് കണ്ടില്ലേ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഇവനും ഒരിക്കൽ ചെയ്തത് ഇത് തന്നെയല്ലേ. വിവാഹം എല്ലാം ഉറപ്പിച്ച് മണ്ഡപത്തിൽ പെൺകുട്ടി വന്നിരിക്കുന്ന സമയത്ത് ഇവൻ അവിടെ നിന്ന് ഓടിപ്പോക്കളഞ്ഞില്ലേ. ആ സമയത്ത് ഇവളുടെ വീട്ടുകാരൊക്കെ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്മയോനും അത് തന്നെയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അന്ന് നിങ്ങൾ ചെയ്തത് ഇന്ന് അവൾ ചെയ്തു. അവൾ വരാനൊന്നും പോണില്ല. ഇവൻ്റെ രണ്ടാം കെട്ടാണെന്ന് അറിഞ്ഞപ്പോഴേ അവൾ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനി അവളെ നിങ്ങൾ മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല. എടാ നിൻ്റെ കാര്യം പോക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി പറയണ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ വന്ന സമയം തൊട്ടേ തുടങ്ങിയതാണല്ലോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്ത് കിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ? എടാ എനിക്ക് മനസ്സമാധാനം കിട്ടോടാ. എൻ്റെ അച്ഛൻ്റെ പൈസ എത്രയും നീ കൊണ്ടുപോയി ഏതോ ഒരു തിക്ക് കൊണ്ടുപോയി തൊലച്ച് കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ മണവാളം ചമഞ്ഞ് നിൽക്കുകയാണ്. കയ്യിലാണെങ്കിൽ 10 പൈസ പോലും ഇല്ല. എന്നിട്ട് അവൻ വലിയ വർത്താനവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. എടാ ഈ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലടാ, അല്ലെങ്കിൽ നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ എന്നിട്ട് സച്ചി നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് വേണ്ടുന്ന ഹാരമൊക്കെ കെട്ടുകയാണ് അവിടെ ഇരുന്ന് രേവതിയും അമ്മയും കൂടി ചേർന്നിട്ട്. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ മണ്ഡപത്തിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് രേവതിയോട് പറയണേ, രേവതിയേ കണ്ടില്ലേ, അവരിപ്പോൾ അനുഭവിക്കുന്നത് കണ്ടില്ലേ, ഒന്ന് മിണ്ടാതിരിക്കുക എന്നിങ്ങനെ രേവതി പറയണം. എന്തിനു മിണ്ടാതിരിക്കുന്നത്? അവനും ഇവൻ്റെ അമ്മയും കൂടി ചേർന്നേ നിങ്ങളുടെ വിവാഹം അന്ന് മുടങ്ങിയില്ലേ, അന്ന് നിങ്ങൾ എന്തുമാത്രം സങ്കടപ്പെട്ടതാ, അതിൻ്റേതൊക്കെ തന്നെയാണ് അവൻ ഇപ്പം
അനുഭവിക്കുന്നത്, അവനും അവിടെ കാത്തു നിന്ന് മുടങ്ങി സങ്കടപ്പെട്ട് പോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് സച്ചി പറയാണ്, എന്തായാലും ആ പെണ്ണിനി വരാനൊന്നും പോകുന്നില്ല, അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇവൻ ഒരു തരികിടയാണെന്ന്, ഇവൻ്റെ കല്യാണം മുടങ്ങിയ കാര്യവും ഇവ വെറും ഒരു കല്യാണരാമനാണെന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് അവളെ പാടുനോക്കി പോയി കാണും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി ചോദിക്കണം, അല്ല ദേവുവിന് എന്താ ഇന്ന് പഠിക്കാൻ പോകണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ദേവു പറയണം, പോണോരുന്ന് ഏട്ടാ, ഞാനിന്ന് പോയില്ല, കല്യാണം ആയതുകൊണ്ട് പോയില്ല. കല്യാണത്തിന് നീ എന്തിനാ പോവാതെ നിന്നത്, നിനക്ക് പൊയ്ക്കൂടായിരുന്നോ കൊച്ചേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇരുന്നുകൊണ്ട് പറയണേ, എന്ത് പറച്ചിലാടാ സച്ചി നീ പറയുന്നത്, കുടുംബത്തൊരു കാര്യം നടക്കുമ്പോൾ ആരെങ്കിലും അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണം, കുടുംബത്തൊരു കാര്യം നടക്കുമ്പോൾ മാറി നിൽക്കത്തൊന്നുമില്ല, പക്ഷേ ഇവിടെ കാര്യമൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അതിനുശേഷം സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുകയാണ്. കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് രേവതിയെ വിളിക്കുകയാണ്. രേവതിയെ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് നാക്ക് പോയി, രേവതിയെ എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്, ഇങ്ങോട്ട് പോര് എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ, ഇങ്ങോട്ട് വാ, എനിക്കൊരു കാര്യം പറയണം നിന്നോട് എന്നിങ്ങനെ പറയണം. അങ്ങനെ രേവതി അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സച്ചി പറയണ്, ഞാനേ സീരിയസ് ആയിട്ടാണ് ഇനിയൊരു കാര്യം നിന്നോട് പറയാൻ പോകുന്നത്, നീ അത് കേൾക്കണം. എന്താ, നീ പെട്ടെന്ന് ദേവുവിനെ പറഞ്ഞ് കോളേജിലേക്ക് എന്നിങ്ങനെ പറയുകയാണ്. ദേവുവിനെ കോളേജിലേക്കാനോ? അവൾ കല്യാണം കൂടാൻ വന്നതല്ലേ, ഇനി എന്തിനാ അവളെ പറഞ്ഞേക്കുന്നത്? കല്യാണമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്നേ, നീ വേഗം അവളെ കോളേജിൽ പറഞ്ഞേക്ക്. എന്തിനാ, അവൾ കല്യാണത്തിന് വന്നതല്ലേ, കല്യാണമൊക്കെ നടക്കും, സമയത്ത് അവൾ വരും, ശ്രുതി വരും എന്നിങ്ങനെ ദേവു പറയണം. നിനക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മണ്ടയിലോട്ടൊന്നും കയറുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി. നിനക്ക് തലമണ്ടയിലോട്ടൊന്നും കയറുന്നില്ലേ? എൻ്റെ രേവതി, കല്യാണമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടെയാണെങ്കിൽ വിവാഹപ്രായം എത്തിയ വേറൊരു പെൺകുട്ടിയും ഇല്ല. കല്യാണം നടക്കാതെ ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ, സമയത്ത് അവർ ദേവുവിൻ്റെ പേര് പറയും. അതായത് സച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹം നടക്കാതിരിക്കുകയാണെങ്കിൽ, ശ്രുതി വരാതിരിക്കുകയാണെങ്കിൽ, വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും രവീന്ദ്രൻ ദേവുവിൻ്റെ പേര് പറയും, ദേവുവിനെ കൊണ്ട് ശ്രുതിയെ വിവാഹം കഴിപ്പിക്കും എന്നാണ് രേവതിയോട് നമ്മുടെ സച്ചി പറയുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ കണ്ണു തള്ളിയിരിക്കുന്നു, അന്തം വിട്ടിങ്ങനെ ദയനീയമായിട്ടിങ്ങനെ അന്തം വിട്ടിങ്ങനെ തുറച്ച് നോക്കുകയാണ്, നമ്മുടെ സച്ചിയെ നോക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ കാത്തിരിക്കണം, കാരണം നാളെ അതിമാരകമായ ഒരു എപ്പിസോഡാണ്, ഒരു അടിപൊളി എപ്പിസോഡാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യണം നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. ഞാനും വെയിറ്റിങ്ങിലാണ്. അതുപോലെ തന്നെ രാത്രിയിലെ പ്രൊമോ വീഡിയോയുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാതിരിക്കുക. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫുൾ ഓണാക്കി വെച്ചിട്ട് കാണുക. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പലരും വീഡിയോ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ നീക്കി സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വീഡിയോ കയറി വരുമ്പം താനെ പ്ലേ ആവും. അങ്ങനെ താനെ പ്ലേ ആവുമ്പോൾ കാണുന്ന ആളുകൾ ഒരുപാടുണ്ട്. അങ്ങനെ കാണാതിരിക്കാൻ ശ്രമിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സമയവും നെറ്റും ഒക്കെ കളഞ്ഞ് വളരെ കഷ്ടപ്പെട്ട ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോയ്ക്കൊന്നും പറയുന്നത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ വെറും സാധാരണ ഫോണിലാണ് ഇത് എടുക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, പരമാവധി നിങ്ങൾ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് തന്നെ എടുക്കുക, ടച്ച് ചെയ്ത് തന്നെ എടുത്ത് കാണണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന് ഒരു ഫലവും ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് പ്ലേ ആയിട്ട് വരുമ്പോൾ കാണുമ്പോഴത്തേക്ക് ഉള്ളതെന്ന് വെച്ചാൽ, ഇതുവഴി നമുക്ക് യാതൊരുവിധ ഗുണങ്ങളും ലഭിക്കത്തില്ല, ഒരു തരത്തിലുള്ള ഏണിങ്സ് ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് നമുക്കൊരു ഫലമില്ല, അതാണ് സംഭവിക്കുന്നത്. എങ്ങനെയായാലും നിങ്ങൾക്ക് ആ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ചിലവാകും, ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നീക്കിക്കൊണ്ട് പോകുമ്പോൾ ജസ്റ്റ് താനേ പ്ലേ ആയി വരുമ്പോൾ കാണാനിരിക്കാതെ ടച്ച് ചെയ്ത് തന്നെ പ്ലേ ചെയ്ത് കാണണം. അത് നിങ്ങൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്യണം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ വെറും സാധാരണപ്പെട്ട ആളുകളാണ്, ഒത്തിരിയൊന്നും സാമ്പത്തിക സ്ഥിതിയൊന്നും കണ്ടില്ല. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം നിങ്ങൾ ചെയ്യുക. ഇനി എന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും രാത്രി പ്രൊമോ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.